കോതമംഗലം ക്ലാച്ചേരിയിൽ ആദിവാസി സമൂഹത്തിന്റെ പുരാതന ആചാരമായ പായസപൂജ നടന്നു. കുട്ടമ്പുഴ പഞ്ചായത്തിലെ ക്ലാച്ചേരി വനത്തിനുള്ളിലെ പായസപ്പാറയിലാണ് പൂജ നടന്നത്. കാടിന്റെ വന്യതയും ആദിമ സംസ്കൃതി മുതൽ പിന്തുടരുന്ന ഭക്തിയും സംഗമിക്കുന്ന അപൂർവ കാഴ്ച. അത്തരമൊരു അനുഭവത്തിനാണ് ക്ലാച്ചേരി സാക്ഷ്യം വഹിച്ചത്. ദേവീപ്രീതിക്കായി ആദിവാസി സമൂഹം തലമുറകളായി തുടരുന്ന ഈ ആചാരത്തിൽ കുട്ടമ്പുഴ പഞ്ചായത്തിലെ വിവിധ ആദിവാസി ഊരുകളിൽ നിന്നെത്തിയ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ക്ലാച്ചേരി വനത്തിനുള്ളിലെ വിശാലമായ പാറയിലാണ് പായസപൂജ ചടങ്ങുകൾ നടന്നത്. വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി ഈ പാറയിലേക്കാണ് വിശ്വാസികൾ ആദ്യം എത്തുന്നത്. പാറയ്ക്ക് മുകളിൽ 2 ദ്വാരങ്ങളുണ്ട്. നിറയെ വെള്ളമുള്ള ഈ ദ്വാരങ്ങൾ ശിവഭഗവാന്റെ നാസാരന്ധ്രങ്ങളാണെന്നാണ് സങ്കല്പം. ദ്വാരങ്ങൾക്ക് മുന്നിൽ പൂജാരി തെളിവിളക്ക് വയ്ക്കുന്നതോടെ ചടങ്ങുകൾക്ക് ആരംഭമായി. കാടിന്റെ നടുവിലെ പാറപ്പുറത്തൊരുക്കിയ അടുപ്പിൽ അരിപ്പായസമാണ് ദേവിക്ക് നിവേദ്യമായി തയ്യാറാക്കുന്നത്. ഒപ്പം തിണ്ണിക്കിഴങ്ങും ചുട്ടെടുക്കും. വിവിധ ഊരുകളിൽ നിന്നുള്ള കുടുംബങ്ങൾ ഒന്നിച്ചു ചേർന്ന് പൂജയിൽ പങ്കാളികളാവുന്നത് ഈ ചടങ്ങിന്റെ പ്രത്യേകതയാണ്. 12 ദിവസം വ്രതമെടുത്ത് ക്ലാച്ചേരി ക്ടാത്താട്ടമ്മയ്ക്ക് പായസവും തിണ്ണിക്കിഴങ്ങ് ചുട്ട് നിവേദിക്കുന്നതുമാണ് പായസപൂജയുടെ പ്രധാന ചടങ്ങ്. തൊട്ടടുത്ത ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ നാളികേരമുടയ്ക്കുന്ന ചടങ്ങുമുണ്ട്. ഞങ്ങള് കാലമായിട്ട് ഈ പായസം വെച്ച് നിവേദ്യം കൊടുക്കും. അതെല്ലാ വർഷവും ഞങ്ങളുടെ പൂർണ്ണമായ കാലം പോലെ എൻ്റെയൊക്കെ മുത്തച്ഛൻ്റെ കാലം പോലെ നടത്തി വരാറുള്ള ഇതാണത്. ചടങ്ങുകൾ പായസം വെക്കുക, നിവേദ്യം അമ്പലത്തിൽ വെച്ച് പൂജിക്കുക, പിന്നെ കാട്ടുകിഴങ്ങ് ഭക്ഷണമായിട്ട് പണ്ട് ഇത് ഞങ്ങൾ ഭക്ഷണമില്ലായിരുന്നു. അതിനുവേണ്ടിയാണ് കാട്ടുകിഴങ്ങ് ചുറ്റിട്ട് അതിട്ടാണ് ഭക്ഷണമാക്കി ദേവിയെ കൊണ്ട് ഭക്ഷണം ചെയ്യിക്കുന്നത്. പായസപ്പാറയിൽ എത്തിച്ചേർന്നാൽ പായസമുണ്ടാക്കുന്നതിന്റെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് നേരത്തെ തയ്യാറാക്കി വച്ചിട്ടുള്ള കപ്പ പുഴുങ്ങിയതും അച്ചാറും എല്ലാവരും ചേർന്ന് കഴിക്കും. പിന്നീട് പായസത്തിൽ ചേർക്കാനുള്ള തേങ്ങയും ശർക്കരയും ഒരിടത്തൊരുക്കുമ്പോൾ മറ്റൊരു സംഘം അടുപ്പ് കൂട്ടി അരി വേവിക്കുന്ന തിരക്കിലായിരിക്കും. മറ്റൊരു സംഘത്തിന്റെ നേതൃത്വത്തിൽ കൊട്ടി, ഉറുമിശി, കുഴൽ തുടങ്ങിയ പരമ്പരാഗത വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് താളമേളങ്ങൾ ഒരുക്കും. നൃത്തവും പാട്ടും ചെണ്ടമേളവും എല്ലാം കൂടിയാകുമ്പോൾ കാടകം ഒരു ഉത്സവ പ്രതീതിയായി മാറും. രോഗങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷ നേടി വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഐശ്വര്യവും സമൃദ്ധിയും പരമ്പരാഗതമായി തുടർന്നുവരുന്ന ഈ പായസപൂജയിലൂടെ കൈവരുമെന്നാണ് ഇവരുടെ വിശ്വാസം. ന്യൂസ് 18 കോതമംഗലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.